ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പ് പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വികസിത രാജ്യം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ വികസിത കേരളം നിർണായക പങ്ക് വഹിക്കുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് അതിദാരിദ്ര്യമുക്തമായ ഒരു കുടുംബവും പഴയ അവസ്ഥയിലേക്ക് പോകില്ലെന്ന് ഉറപ്പാക്കാനാണ് അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ രണ്ടാം ഘട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SIRന്റെ ഭാഗമായി VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികൾക്കും പഞ്ചായത്തുകൾക്കുമുള്ള സമഗ്ര പ്രവർത്തന മാർഗ്ഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. അടുത്ത മാസം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026 മുന്നോടിയായി AI ഫോർ ഓൾ ഗ്ലോബൽ ഇംപാക്ട് ചാലഞ്ചിന് യോഗ്യത നേടിയ 12 ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പുകൾ യോഗത്തിൽ പങ്കെടുത്തു. സമൂഹത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നതിൽ കൃത്രിമ ബുദ്ധിയുടെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ദ വേൾഡ് എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സവിശേഷമായ AI മോഡൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച രാത്രി കേരളത്തിലെത്തും. ഞായറാഴ്ച തിരുവനന്തപുരത്ത് BJP യോഗങ്ങളിലും കേരള കൌമുദി സംഘടിപ്പിക്കുന്ന കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. വികസിത രാജ്യം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വികസിത കേരളം നിർണായക പങ്ക് വഹിക്കുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ ചേംബർ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047ഓടെ വികസിത രാഷ്ട്രമാകാനുള്ള പ്രവർത്തനങ്ങൾക്ക് വ്യവസായ സംരംഭകർക്ക് കൂടുതൽ സംഭാവനകൾ ചെയ്യാനാകുമെന്നും ഗവർണർ പറഞ്ഞു. Everybody's dream now. And I want my country to be a developed country throughout the world, and whole world respects us. Whole world is telling yes, this is India and this is a developed India which guides the whole world. That is what we want to achieve. Chamber of Commerce of North Malabar has a very vital role to play in this. SIRന്റെ ഭാഗമായി VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ രേഖകൾ സമർപ്പിച്ച വെരിഫിക്കേഷൻ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഹിയറിംഗിന് നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഹാജരാകേണ്ട തീയതികളിൽ അതാത് രേഖകൾ സമർപ്പിച്ചാൽ പരിശോധന പൂർത്തിയാക്കി ഇലക്ട്രൽ റോളിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനം എറോനെറ്റിൽ പ്രവർത്തനക്ഷമമായിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ബീഹാർ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ അന്തിമവാദം കേൾക്കുന്നത് സുപ്രീംകോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. വിദേശികൾ ഉൾപ്പെടെ അനർഹർ വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഭരണഘടനാപരമായ കടമയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതവും സമൃദ്ധവുമാക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടർ പ്രക്രിയയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്തമായ ഒരു കുടുംബവും പഴയ അവസ്ഥയിലേക്ക് പോകില്ലെന്ന് ഉറപ്പാക്കാനാണ് രണ്ടാം ഘട്ടമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതുതായി ചുമതലയേറ്റ ജനപ്രതിനിധികളുമായി സംവദിച്ചപ്പോൾ പദ്ധതിയുടെ സുസ്ഥിര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. 64,006 കുടുംബങ്ങളെ 3 വർഷം നീണ്ട പ്രവർത്തനത്തിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുകയായിരുന്നു. ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായ ഒരു കുടുംബവും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പാക്കാനുമാണ് EPEP 2.0. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. വെനസ്വേലയിലെ US അധിനിവേശത്തെ വിമർശിച്ച മുഖ്യമന്ത്രി ഇത് പ്രതിരോധിച്ചില്ലെങ്കിൽ ലോകത്തെവിടെയും സംഭവിക്കാമെന്നും പറഞ്ഞു.
പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പൂനെയിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. 2011ലാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് UN നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം 2024ൽ ഗാഡ്ഗിലിനെ തേടിയെത്തി. പത്മശ്രീ, പത്മഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. പശ്ചിമഘട്ട വിസ്തൃതിയുടെ 3/4 ഭാഗവും പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കണമെന്ന റിപ്പോർട്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിതെളിച്ചു. മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി A.K. ശശീന്ദ്രൻ, വയനാട് MP പ്രിയങ്ക ഗാന്ധി, അഹമ്മദ് ദേവർകോവിൽ MLA ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ഗാഡ്ഗിൽ കേരളത്തിലെ പ്രകൃതി സംരക്ഷണത്തിനും സന്തുലിതമായ ഒരു ആവാസ വ്യവസ്ഥ രൂപകൽപ്പന ചെയ്യുന്നതിലും ഏറെ ഊന്നൽ നൽകിയിരുന്നുവെന്ന് ഗവർണർ അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ഈ മാസം 12ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കും. മലപ്പുറം പായിപ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് തിരുവനന്തപുരം ജില്ലാ കളക്ടർ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തി. 12നും വോട്ടെണ്ണൽ ദിനമായ 13നുമാണ് മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികൾക്കും പഞ്ചായത്തുകൾക്കുമുള്ള സമഗ്ര പ്രവർത്തന മാർഗ്ഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആന്റിബയോട്ടിക് സാക്ഷര കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള മാർഗ്ഗരേഖ നേരത്തെ പുറത്തിറക്കിയിരുന്നു. ആന്റിബയോട്ടിക് മൈക്രോബിയൽ പ്രതിരോധത്തിന്റെ ഭാഗമായി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ ആശുപത്രികളെയും കളർ കോഡ് ചെയ്യുന്നതിനുള്ള ഉത്തരവും പുറത്തിറക്കി. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സുരക്ഷയും സൌകര്യങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പുല്ലുമേട് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെ വിന്യസിക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ജംഗ്ഷനുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനും തീരുമാനിച്ചു. തീർത്ഥാടകർക്കായി മകരവിളക്ക് ദിവസം കുമളി കോഴിക്കാനം റൂട്ടിൽ 60ഓളം KSRTC ബസ്സുകൾ സർവീസ് നടത്തും. പുല്ലുമേട് കാനനപാതയിൽ ഓരോ കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനും 5 കേന്ദ്രങ്ങളിൽ അഗ്നിരക്ഷാസേനയുടെ സേവനം ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. പാതയോരങ്ങളിൽ ആംബുലൻസ് സൌകര്യവും വിവിധ മെഡിക്കൽ ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ, മോട്ടോർ വാഹനം, എക്സൈസ് വകുപ്പുകളുടെ പ്രത്യേക പരിശോധനകളും തീർത്ഥാടന മേഖലകളിൽ കർശനമാക്കും. ശബരിമല മകരവിളക്കിന് 1000 ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് KSRTC. നിലവിൽ പ്രത്യേക സർവീസ് നടത്തുന്ന 199 ബസ്സുകൾക്ക് പുറമെ 801 ബസ്സുകൾ കൂടി അനുവദിച്ച് ഉത്തരവായി. ബസ്സുകളുടെ പ്രവർത്തനക്ഷമത കൃത്യമായി ഉറപ്പുവരുത്തണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആവേശകരമായ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 2ാം ദിനം. എഴുത്തുകാരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് മേള കാണാനെത്തുന്നത്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ ഹാളിൽ സംഘടിപ്പിച്ച മാതൃകാ നിയമസഭ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, പ്രസാർഭാരതി gov.in/pb vacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകർ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പ് പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വികസിത രാജ്യം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ വികസിത കേരളം നിർണായക പങ്ക് വഹിക്കുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് അതിദാരിദ്ര്യമുക്തമായ ഒരു കുടുംബവും പഴയ അവസ്ഥയിലേക്ക് പോകില്ലെന്ന് ഉറപ്പാക്കാനാണ് അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ 2ാം ഘട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
SIR-ന്റെ ഭാഗമായി VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികൾക്കും പഞ്ചായത്തുകൾക്കുമുള്ള സമഗ്ര പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.